ചില മൂവീസ് ഉണ്ട് വൺ ഓഫ് ദ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ എപ്പിക് ആയിരിക്കും. അതിനിപ്പോൾ എത്ര വർഷമായാലും ആ ഒരു മൂവിയും ആ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സും എല്ലാം എപ്പിക്കാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു ആവശ്യവും കാണത്തില്ല. സോ അങ്ങനത്തെ ഒരു മൂവിയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ മൂവി കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴാ മൂവി യൂട്യൂബിലൊക്കെ കൊണ്ടുപോയി കണ്ടു നോക്കുക. ഒരു അടിപൊളി മാസ്റ്റർ പീസ് ആണ് ആ ഒരു മൂവി എന്ന് പറയുന്നത്. ഒരു ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ഒരാളാണ് സേനാപതി എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരനോ അല്ലെങ്കിൽ അവരൊക്കെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത ഫ്രീഡം ഇപ്പോഴും ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നാട് ഫുള്ളും കറപ്ഷൻസും കൈകൂലി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുവാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ക്യാരക്ടർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൊല്ലാനാണ്. സ്വന്തം മകനാണ് മുമ്പിൽ നിൽക്കുന്ന പോലും നോക്കാതെ പുള്ളിക്കാരനെ കൊന്നുകളയും. അങ്ങനത്തെ ഒരു വൺസ് ഓഫ് എപ്പിക് ആയിട്ടുള്ള ക്യാരക്ടർ മൂവിയാണ് ഇന്ത്യൻ. സോ അങ്ങനത്തെ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം പോലും ഇല്ല. ഇപ്പൊ ഇതിന്റെ ടീസർ വന്നപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഗ്ലിംസ് വീഡിയോ വന്നപ്പോഴും സോങ് ഒക്കെ എന്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല. ആ ഒരു താത്ത വരാറെന്ന് പറഞ്ഞ സോങ് ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനത്തെ ഒരു മൂവിയുടെ ആവശ്യം പോലും അറിയത്തില്ല. തീർന്നു. ഇന്ത്യൻ വൺ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ട്രെയിലറും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവി വരുന്നത്. ഞാൻ കേട്ടത് വെച്ചിട്ടാണെങ്കിൽ ഇന്ത്യൻ 2 അല്ല, ഇനി ഇന്ത്യൻ 3 കൂടി ഉണ്ട്. ഒരു 2 പാർട്ടായിട്ടാണ് ഒരു മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുന്നവരും ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാം. എത്ര വയസ്സെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സെക്കൻഡ് പാർട്ടിലെ സ്റ്റോറി നടക്കുന്ന ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ 2024 അല്ലെങ്കിൽ 2023 എന്നൊക്കെ വെച്ചോ. എത്ര വയസ്സാണ് മൂപ്പർക്ക്? കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ മൂപ്പരെ കൊണ്ട് വൈകി. അത്ര വയസ്സായ ഒരാളാണ്, ഒരു ഫ്രീഡം ഫൈറ്ററാണ്, അത്ര വയസ്സായിട്ടുള്ള ആളാണ്. എന്നിട്ടാണ് പുള്ളിക്കാരൻ കറപ്ഷൻസ് ഒക്കെ വേണ്ടി ഇറങ്ങി തിരിച്ച് പൊളിച്ചെടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സെക്കൻഡ് പാർട്ടിൽ ഇത്രയും വലിയ ബോഡി ഷോയും മറ്റേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യണം. മനസ്സിലാവുള്ളൂ എനിക്ക്. അത് എങ്ങനെ വർക്കാവും അല്ലെങ്കിൽ അത് എങ്ങനെ കണക്ട് ആവുന്നതാണ് എനിക്ക് ആരും മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ മറ്റേ സൈഫൈ ഒക്കെ ആഡ് ചെയ്യണം, മറ്റേ ടൈം ട്രാവൽ ഒക്കെ ചെയ്തു പോയി അങ്ങനെ പോലെ. കാരണം സെക്കൻഡ് പാർട്ടിൽ പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഭയങ്കര എങ്ങായിട്ട് അത്ര വയസ്സാകാത്ത ഒരാളായിട്ട് ഭയങ്കര ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബോഡിയൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. സോ ഇന്ത്യൻ ട്രെയിലറിനെ വെച്ച് പറയുകയാണെങ്കിൽ സത്യം പറയാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഓക്കെ ഉലകനായകൻ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഓക്കെ അന്ത ലെവൽ പടമായിരിക്കും. പക്ഷെ ശങ്കറിന്റെ പടം എന്ന് പറഞ്ഞാൽ അതേ ലെവലായിരിക്കും. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് പോലും 7 അയലത്ത് പോലും ഇന്ത്യൻ 2 വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിൽ എക്സ്പെക്ടേഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ ഒട്ടുമില്ല. ട്രെയിലർ ആയാലും ഗ്ലിംസ് ആയാലും ഇതിന് ഇറക്കി വന്ന മറ്റേ സോങ്ങിന്റെ വീഡിയോ ആയാലും ഒന്നും കണ്ടിട്ട് ഒരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ ഓക്കെ ആ ഒരു മൂവി കാണണമെന്ന് പോലും തോന്നില്ല. ആ രീതിയിലാണ് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു എന്തിരൻ അല്ലെങ്കിൽ എന്തിരൻ 2.0 അതുപോലത്തെ ഒരുപാട് ഫ്രെയിംസും അതുപോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മറ്റേ ഫൈറ്റും കാര്യങ്ങളും മറ്റേ ആക്ഷൻ സീക്വൻസും ഭയങ്കര വയസ്സായിട്ടുണ്ടായ ഒരു ക്യാരക്ടറിന്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ താത്ത എന്നൊക്കെ പറഞ്ഞാൽ ആ മൂവിയിലെ അത്ര വയസ്സാണ് പുള്ളിക്കാരനൊക്കെ. ഈ 2024 എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് പുള്ളിക്കാരന്? 300 400 അത്ര ഏജ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കൊണ്ട് ഈ ഒരു ടൈം ലൈൻ, അതായത് ഇപ്പോഴത്തെ കറന്റ് ടൈം ലൈനിൽ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആലോചിച്ചൂടെ. അത് പോരാഞ്ഞിട്ടും മറ്റേ ആക്ഷനും സീക്വൻസും ഫൈറ്റും മറ്റേ ബോഡി ഷോയും എൻ്റെ പൊന്നെ ഒരു ഇതില്ല. ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കണക്ട് ആവണ്ടേ. ഓക്കെ ഇന്ത്യനിലെ പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു, ഇന്ത്യൻ 2 വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞാലും അവർ ഏജ് ഫാക്ടർ ആണല്ലോ. അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈൻ, കാരണം ഇന്ത്യൻ 1 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എപ്പിക് ആയിട്ടുള്ള മൂവിയാണ്. ആ ഒരു ടൈം ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു വയസ്സിൽ ആ പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു പ്രസന്റേഷനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു മൂവി മനസ്സോ എപ്പിക് ആയത്. സോ അങ്ങനത്തെ ഒരു മൂവിയിലെ ക്യാരക്ടറിനെ കൊണ്ടിട്ട് ഇപ്പോഴത്തെ ടൈം ലൈനിലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ സത്യമാണ് എനിക്കറിയത്തില്ല ഈ മൂവിയുടെ ഔട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം. ഇനി ഇന്ത്യൻ 3 കൂടി ഉണ്ടെന്ന് ഞാൻ കേട്ട. കാരണം ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനി ഒരു പാർട്ട് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. അറിയത്തില്ല എന്താണെന്ന്. സത്യം ട്രെയിലറിന്റെ സ്റ്റാർട്ടിംഗ് കൊണ്ട് എൻഡ് വരെ എനിക്ക് ആ ഒരു 2.0, കാരണം പക്ഷിരാജൻ ആ ഫോണൊക്കെ പോകുമ്പോൾ ആൾക്കാർ പിന്നെ ക്രൗഡായിട്ട് കറപ്ഷൻസ് ഒക്കെ എതിരായിട്ട് നിവർത്തും അതേ സാധനം തന്നെ അവിടെ ഉള്ള അതേപോലെ തന്നെ ഇവിടെയും പ്രസന്റ് ചെയ്യുന്നു. വേറെ മാറ്റമൊന്നുമില്ല. ഒരു വലിയ റിച്ച് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു മറ്റേ വിജയ് മല്യ പോലത്തെ ഒരു ക്യാരക്ടറാണ് വില്ലനായിട്ട് വരുന്ന മൂപ്പരുടെ സിറ്റുവേഷൻ. സോ അങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ ഈ മൂവി വർക്കാവും അല്ലെങ്കിൽ എങ്ങനെ ഈ മൂവി ക്യാരക്ടർ ഒരു ആവശ്യമില്ലാത്ത ഒരു മൂവിയാണ് ഇന്ത്യൻ 2. ഒരു ആവശ്യമില്ലായിരുന്നു. സോ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഓക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ട്രെയിലർ കണ്ടപ്പോൾ അതും ഇല്ലാതായി. സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പം കമലഹാസൻ ഫാൻസ് ആയാലും ബാക്കിയുള്ളവർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ പൊങ്കാലെടുത്ത് നിൽക്കാൻ പറ്റില്ല. ഞാനും കമലഹാസൻ ഫാനാണ്, ഇന്ത്യൻ എന്ന മൂവിയുടെ വലിയൊരു ഫാനൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രീതിയിൽ വർക്കാവാത്തൊരു കാര്യം. ഒരു വെയിറ്റിംഗ് എന്നുള്ള സാധനം മനസ്സിൽ വരുന്നില്ല. ആ ഒരു ഫസ്റ്റ് ഗ്ലിംസ് കണ്ടപ്പോൾ തന്നെ അത് പോയി. സത്യം പറഞ്ഞു അന്ന് വീഡിയോ പോലും ഞാൻ ചെയ്തില്ല ആ സമയത്ത്. സോ നിങ്ങളെ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും. ഈ ഒരു ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഇന്ത്യൻ കാണാത്തവരാണെങ്കിൽ ഇന്ത്യൻ 1 കണ്ടിട്ട് ഈ ഒരു ട്രെയിലർ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇത്ര സംസാരിച്ച് എന്തിനാണെന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.